ആഗസ്റ്റ് 10-ന് രാജ്യവ്യാപകമായി ജയിൽ നിറയ്ക്കൽ സമരം നടക്കും. അതിനു മുന്നോടിയായി കണ്ണൂരിൽ കൺവെൻഷൻ നടന്നു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, കർഷക തൊഴിലാളി ദ്രോഹ നയങ്ങൾ ഉപേക്ഷിക്കുക, തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി സംഘടന സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി അന്നേ ദിവസം കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം നടക്കും. ഇതിനു മുന്നോടിയായി കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ജില്ലാ കൺവെൻഷൻ കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരുതി നേടിയിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം. ഒരു മുതലാളിയും ഔദാര്യപൂർവ്വം വെച്ചു നീട്ടി നൽകിയതല്ല. എന്നാൽ ഈ തൊഴിൽ നിയമപ്രകാരം അത് ഒഴിവാക്കി. സമരം ചെയ്യണമെങ്കിൽ 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ്. സാധാരണഗതിയിൽ അത്തരം വകുപ്പുകൾ അവശ്യ സർവീസിന്റെ കാര്യത്തിലാണ് ബാധകമായിട്ടുള്ളത്. പെട്ടെന്ന് ചില പ്രശ്നങ്ങൾ ഉയർന്നു വരും, അപ്പോ ചില സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടി വരും. അത് തൊഴിലാളി വർഗത്തിന്റെ അവകാശമായിരുന്നു, ഇന്ന് വരെ അനുഭവിച്ചതാണ്. ഇനി അത്തരം സമരങ്ങളൊന്നും പാടില്ല. 14 ദിവസത്തെ നോട്ടീസ് മിനിമം കൊടുക്കണം. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല. 14 ദിവസം കഴിഞ്ഞാലാണ് ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് തൊഴിലാളികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. BKMU ജില്ലാ സെക്രട്ടറി KV ബാബു അധ്യക്ഷത വഹിച്ചു. CITU അഖിലേന്ത്യാ സെക്രട്ടറി എൻ ഗോപിനാഥ്, CP മുരളി, രവീന്ദ്രൻ കുന്നോത്ത്, MK ജയരാജൻ, M ഉണ്ണികൃഷ്ണൻ, T കൃഷ്ണൻ, അരക്കൽ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ 1 കണ്ണൂർ. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ.